ഹായ് ഓൾ, നമുക്കൊരു ലെസ്റ്ററിലേക്ക് ട്രിപ്പ് പോയാലോ? UK വരുന്നതിന് തൊട്ട് മുൻപുള്ള വർഷം എല്ലാ ദിവസവും വർക്ക് കഴിഞ്ഞ് നേരെ പോകും. നോർത്ത് ഇന്ത്യൻ ചേട്ടൻ്റെ കടയിലോട്ടായിരിക്കും നേരെ വിടുന്നത്. പാനിപ്പൂരിയോ ബേൽപൂരിയോ എന്തെങ്കിലും ഒരു സ്നാക്ക് ഐറ്റം കഴിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് തിരിച്ചു പോവുക. ഇവിടെ വന്നിട്ട് 2 കൊല്ലമായിട്ട് അത് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നേരെ വിട്ടു ലെസ്റ്ററിലേക്ക്. ലെസ്റ്ററിൽ നോർത്ത് ഇന്ത്യൻ ഷോപ്സ് ഭയങ്കരമായിട്ടുണ്ട്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും. ഇന്ത്യൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്ക് നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഒരുപാട് വിഭവങ്ങൾ അവൈലബിൾ ആണെന്ന് അറിഞ്ഞിട്ട് വിട്ടൊരു ട്രിപ്പാണിത്. എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ, എന്നാൽ പിന്നെ അവിടുത്തെ കുറച്ച് പാർക്കും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്നത് ലെസ്റ്ററിലെ ട്രോപ്പിക്കൽ ബേർഡ് ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സിനെ അവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പോകുന്ന വഴിയിൽ കണ്ട ഒരു ലേക്കാണിത് കേട്ടോ. ഇവിടെ പൊതുവെ ജീവജന്തുക്കൾക്കൊന്നും തന്നെ മനുഷ്യന്മാരെ പേടിയില്ല എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് വരികയും ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഇവിടെ ആൾക്കാർ ഇതിനൊക്കെ ഫുഡ് വന്ന് കൊടുക്കും. അപ്പം നമ്മൾ കൈ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ അണ്ണാനാണെങ്കിൽ പോലും നമ്മുടെ കയ്യിലോട്ട് അടുത്ത് വരും, നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ടാണെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം ഞാൻ അതിനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. കൈ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് എന്നെ വന്നൊന്ന് നോക്കുന്നുണ്ട്, എന്തെങ്കിലും തരാനുള്ള ഉദ്ദേശത്തിലാണോ നീ എന്നെ വന്ന് വിളിക്കുന്നതെന്നുള്ളൊരു മട്ടിൽ. പക്ഷെ അല്ലെന്ന് അറിയുമ്പോഴത്തേക്ക് അവരുടെ പാട് നോക്കി പോകും, മൈൻഡ് പോലും ചെയ്യില്ല, നേരെ തിരിച്ചു പോകും. അവിടെ ഏഞ്ചലും കൈവച്ച് കൊടുക്കുന്നുണ്ട്, അതാ ഇത്ര കീഴിൽ വന്നിട്ട് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ പോസ് ചെയ്യുന്നത്. പക്ഷെ കയ്യിലൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു. ഇത് ജസ്റ്റ് പോകുന്ന വഴിയിൽ കണ്ടൊരു സ്ഥലം കേട്ടോ. നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ഇതല്ല. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ട്രോപ്പിക്കൽ ബേർഡ് ലാൻഡ് ആണ്. അവിടെ ഒരാൾക്ക് ഏകദേശം ഒരു 12 പൗണ്ടിൻ്റെ അടുത്ത് ടിക്കറ്റ് ആവും. പക്ഷെ വർത്ത് ഇറ്റ് ആണ്. അകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബേർഡ്സിനെ കാണും. പ്രത്യേകിച്ച് ബേർഡ് ലവർ ആണെന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് ഗോ പ്ലേസ് തന്നെയായിരിക്കും ഈ ട്രോപ്പിക്കൽ ബേർഡ് ലാൻഡ്. ഞാൻ അത്ര വലിയൊരു ബേർഡ് ലവർ അല്ല, പക്ഷെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വളരെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറേ പാരറ്റ്സ് ഉണ്ടായിരുന്നു. പലതിനും നമുക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ. നമ്മൾ അവിടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഫുഡ് പാക്കറ്റ്സ് അവൈലബിൾ ആണ്. അത് മാത്രം നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇൻ കേസ് ഫീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കൗണ്ടറിൽ നിന്ന് ആ പാക്കറ്റ് മേടിക്കുക. കുറച്ച് പൗണ്ട് എന്തോ ആവുള്ളൂ, 1 to 5 നിൽക്കും. നമുക്കിങ്ങനെ നട്ട്സ് ആണ് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവുക. നമുക്ക് ചെല്ലാം കൊടുക്കാം. കൂടുതലും പാരറ്റ്സ് ഭയങ്കര ഇൻട്രാക്റ്റീവ് ആട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇങ്ങനെ പേടിച്ചിട്ടാണ് കൈ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം കുറച്ചധികം എണ്ണത്തിന് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു പേടിയൊക്കെ പോയി. എന്നാലും കൊത്ത് കിട്ടി. കൈയെല്ലാം തൂത്തുകൊണ്ട് അടുത്തതിന് കൊടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വളരെ നല്ല ലവ് ബേർഡ്സ്. എനിക്കിതിൻ്റെ ഒന്നും സ്പീഷീസിൻ്റെ ഒന്നും കറക്റ്റായിട്ടുള്ളൊരു പേര് പറയാനായിട്ട് അറിയത്തില്ല. ഒരുപാട് വെറൈറ്റി ഓഫ് ബേർഡ്സ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഈ വീഡിയോയ്ക്കകത്തിൽ. അന്ന് ഇത് യൂട്യൂബിൽ ഇടും എന്നുള്ള യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പം ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നിയ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല രസമാണ് അത് കഴിക്കുന്നത് കാണാനായിട്ട്. ട്രിപ്പ് മെയിനായിട്ട് ഫുഡ് എക്സ്പ്ലോറേഷൻ ആയിരുന്നെങ്കിലും വീഡിയോയ്ക്കകത്തിൽ മൊത്തം ഇവരുടെ പാരറ്റ്സിൻ്റെ ഫോട്ടോസും വീഡിയോസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ഫുഡ് എത്തിയപ്പോഴത്തേക്ക് വീഡിയോ എടുക്കണമെന്നോ ഫോട്ടോ എടുക്കണമെന്നുള്ള കാര്യം മറന്നുപോയി. നേരെ ചെന്നു, കുറേ ഷോപ്സ് എക്സ്പ്ലോർ ചെയ്തു, കുറേ ഫുഡ് ഐറ്റംസ് മേടിച്ചു. എസ്പെഷ്യലി പിക്കിൾസൊക്കെ ഭയങ്കര, നോർത്ത് ഇന്ത്യൻ പിക്കിൾസ് ഇഷ്ടപ്പെടുന്നവരായിരുന്നെങ്കിൽ ഭയങ്കര നന്നായിട്ട് ഓഫറിന് വിലക്കുറവാണ് അവിടെ. ഇത്രയും ഫുഡ് ഉണ്ടായിട്ടും ഈ പറയുന്ന കുഞ്ഞമ്പക്ഷികൾ മൊത്തം വന്നിട്ട് ഷൂസിനകത്തിലായിരുന്നു കുത്തിപ്പറിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർക്ക് വെറൈറ്റി ആയിട്ട് എന്തോ തിന്നാൻ കിട്ടിയെന്ന് തോന്നുന്നു. ചുമ്മാ ഒന്ന് കൊത്തി നോക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. UKയുടെ വെതർ ഏത് സമയത്തും മഴ പെയ്യാം. അതിപ്പോൾ ഇന്ന സീസണൊന്നും ആവണമെന്നൊന്നുമില്ല. സ്പ്രിംഗ് ആയാലും ഓട്ടം ആയാലും ഈവൻ വിൻ്റർ ആണെങ്കിലും സമ്മർ ആണെന്നുണ്ടെങ്കിലും ഇവിടെ മഴയ്ക്ക് മാത്രം യാതൊരു കുറവും ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. അന്നത്തെ ട്രിപ്പിനും സെയിം കാര്യം തന്നെ സംഭവിച്ചു. നന്നായിട്ട് നനഞ്ഞ് കുളിച്ചിട്ടാണ് അന്നത്തെ ആ ട്രിപ്പ് അവസാനിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു പോർഷനിലായിട്ട് അവരിങ്ങനെ തത്തകളെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാർക്കിൻ്റെ വേ പോലെ, ഈ കാണുന്ന പോലെ ഇങ്ങനെ ഒരു റെയിൽ പോലത്തെ തടികൾ വെച്ചിട്ടുണ്ടാവും. എല്ലാ പാരറ്റ്സും അവിടെ വന്നിട്ടിരിക്കും. ഇത് ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള പാരറ്റ്സിനെ മാത്രമാണ് ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ. അവർ വന്ന് കൊത്തുകയോ കടിക്കുകയോ ഒന്നുമില്ല. അതായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ. See you on next video. Bye.